വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യമേ തന്നെ നമുക്ക് വാറ്റിക്കാനിൽ മാർപ്പാപ്പ മരണപ്പെട്ടു, 88 വയസ്സാണ്. ഈ പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്ന പറഞ്ഞാൽ കറണ്ട് ജിയോ പൊളിറ്റിക്സിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലപാടുകൾ ഞാനിവിടെ വ്യക്തമാക്കാം. അതിൽ ഒന്ന്, ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള നിലപാടാണ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്പർ 1. അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ അനുകൂലിച്ചും നാറ്റോ രാജ്യങ്ങളെയൊക്കെ താക്കീത് നൽകിക്കൊണ്ട് ഉക്രൈൻ ഒരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് ഉക്രൈൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടുമായിട്ടാണ് മാർപ്പാപ്പ ആദ്യം പ്രതികരിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UK പോലത്തെ രാജ്യങ്ങൾ എല്ലാം തന്നെ, അതായത് ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയെ പദവിയിൽ നിന്നും ഇറക്കാൻ വേണ്ടിയിട്ട് പല കളികളും, പല ഉടായ്പ കളികളൊക്കെ കളിച്ച ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നാറ്റോയിൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. മാർപ്പാപ്പയുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 യുദ്ധങ്ങളുടെ മേലുള്ള നിലപാടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു പുള്ളിയുടെ നിലപാട്. അവസാനം വരെയും ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിക്കണമെന്നും അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെന്നും ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നു. ഏറ്റവും അവസാനമായിട്ട് നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക് അഥവാ ഒരു ഫ്രണ്ട്ലി മീറ്റ് എന്നുള്ള നിലയിൽ JD വാൻസ് ആണ് പുള്ളി അവസാനമായിട്ട് കണ്ടത്. പോപ്പ് ഫ്രാൻസിസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ആഗോള തരത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പുള്ളിയുടെ നിലപാടുകൾ. അടുത്ത് നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ്. എന്തായാലും ഗാസയിലേക്ക് തന്നെ വരാം. ഗാസയിൽ ഫിലഡൽഫി കോറിഡോറിൽ IDFന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ IDFന്റെ ചെക്ക് പോസ്റ്റിന് നേരെ ഈജിപ്ഷ്യൻ ബോർഡറിൽ നിന്നും വെടിയുതിർത്തിട്ടുണ്ട്. ഈ വെടിയുതിർത്തത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷെ ഇസ്രായേൽ നേരെ ഈജിപ്തിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഈജിപ്റ്റ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള, പക്ഷെ ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് വെടിയുതിർത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ബ്രദർഹുഡിന്റെ ആൾക്കാർ മൊത്തം ഈ റഫ ബോർഡറിന്റെ അപ്പുറത്തായിട്ട് മരുഭൂമിയിലാണ് അവരുടെ മൊത്ത വാസസ്ഥലം എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടത്തേക്കാണ് ഈ തുരങ്കങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഗാസയ്ക്കുള്ളിൽ നിന്നും പോയിരിക്കുന്നത്, പടർന്ന് പന്തലിച്ച് പോയിരിക്കുന്നത് അടി കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബ്രദർഹുഡിന്റെ ആൾക്കാരാവാം എന്നൊരു ഡൗട്ടും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ നിലവിൽ ബ്ലെയിം ചെയ്യുന്നത് ഈജിപ്തിനെ തന്നെയാണ്. ഈജിപ്തിലെ അസിസി ആണെങ്കിൽ പുള്ളിയെ ഈജിപ്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. കാര്യം അവർക്ക് അത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അങ്ങനെ അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് നേരെ വരാമല്ലോ ഗാസയുടെ മേളിൽ. ഇസ്രായേൽ അവിടെ തന്നെയല്ലേ ഉള്ളത്. പക്ഷെ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈജിപ്തിന് പിന്നെ അവിടെ ഒരു സർവൈവൽ ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ഫണ്ടൊക്കെ അവർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഗാസയൊക്കെ പൈസ കൊടുത്ത് പണ്ടേ തൂക്കി വിറ്റ് ഈജിപ്റ്റ്, എന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അത് ആ ജനങ്ങൾക്ക് പൊതുവിൽ മനസ്സിലാകുന്നില്ല. ഇപ്പൊ അബ്ദുൽ ഫത്താഹ് അൽ സിസി ഒക്കെ ഈ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഗാസയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും ഭയങ്കര സന്മനസ്സോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുള്ളത്. അതിന്റെ പുറകിലുള്ള കാര്യം അതാണ്. ഈജിപ്റ്റ് പണ്ടേ ഗാസയെ തൂക്കി വിറ്റിട്ടാണ് ഡോളർ കണക്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് മേടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈജിപ്ഷ്യൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഒരു റൈറ്റ്സും ഇല്ല ഈ ഒരു ഗാസയുമായിട്ട് സംസാരിക്കാൻ. അവർ പണ്ടേ വിൽപ്പന നടത്തിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിലുപരിയായിട്ട് ഈജിപ്റ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, സൽപ്രവൃത്തി എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തി. അതായത് ഈജിപ്റ്റ് പോസ്റ്റ് വാർ ഗാസ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇട്ടിട്ട് ആ പദ്ധതിയിൽ ആൾക്കാരെ കൊണ്ട് ട്രെയിൻ ചെയ്യാണ്. അതായത് പോസ്റ്റ് വാർ യുദ്ധം നിന്നതിന് ശേഷം ഗാസയിൽ എങ്ങനെയാണ് നിങ്ങൾ റൂൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത്, എന്തൊക്കെ പോളിസീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഗാസയിലെ ഗവൺമെന്റിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പഠനം. അതിൽ 300 പേർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് ടോട്ടലായിട്ട് ഈ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. 60 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഇങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ 30 പേർക്കാണ് ഇപ്പൊ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സെക്ഷൻ ആയിട്ട് അവർ ഇപ്പൊ ഗാസ വാറിനെ വെച്ചിട്ട് അവർ തന്നെ ഒരു പ്രോഗ്രാം അങ്ങ് നടത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതൊക്കെ നല്ല പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു 2005-2006 ഇസ്രായേൽ IDF ഗാസയെ ഹമാസിന്റെ കീഴിൽ വിട്ടിട്ട് പോയായിരുന്നല്ലോ. അന്ന് ഇത് ചെയ്യണമായിരുന്നു. അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈജിപ്തിനെ നമുക്ക് മിടുക്കൻ എന്ന് വിളിക്കാം. ഇപ്പൊ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് എന്ത് പ്രഹസനമാണ് സജി എന്നാണ് ചോദിക്കാനുള്ളത്. ഈ കാണുന്ന പിക്ചർ ശരിക്കും യമനിലെയാണ്. യമനിൽ ഇന്നലെ രാത്രി അറ്റാക്കാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 12 പേര് ഈ ഒറ്റ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂട്ടുകുടുംബമാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപ്പാർട്ട്മെന്റ് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള വളരെ ഒത്തന്റിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. കാണാൻ വളരെ മനോഹരമാണ്. നമ്മളിപ്പോൾ ഒരു മല കാണുന്നു, അതിന് മണ്ണിന്റെ നിറമാണെന്നുണ്ടെങ്കിൽ അതേ നിറത്തിലായിരിക്കും ആ ഒരു ബിൽഡിംഗ് തന്നെ നിൽക്കുന്നത്. വളരെ മനോഹരമാണ്. അതിനകത്ത് വൈറ്റ് കളറായിട്ട് ജനലുകളും വളരെ ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് പണിത് വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ ആണ് അവിടെ.
ആ ഒരു ആർക്കിടെക്ചർ മെത്തേഡാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അതിനകത്ത് തട്ടുതട്ടായിട്ട് പല കുടുംബങ്ങളും അതിനകത്ത് ഇപ്പൊ ഒരു കുടുംബമാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആൻസെസ്റ്റേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ ഫാമിലി ആയിരിക്കും അതിന്റെ ഉള്ളിൽ താമസിക്കുക. അവിടെയൊക്കെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ വൻതോതിൽ അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യമന്റെ ഉള്ളിൽ നടക്കുന്ന കാഷ്വാലിറ്റീസിനെ കുറിച്ച് വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പൊതുവിൽ അറിയപ്പെടുന്നത് 170, 200, 210 ആ റേഞ്ചാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ഇന്നലെ ഒറ്റ അറ്റാക്കിൽ മാത്രമാണ് ഈ ഒരു 12 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ഒറ്റ ആക്രമണമല്ല അവിടെ നടക്കുന്നത്, 10ഉം 15ഉം സ്ട്രൈക്കുകളാണ് ഒരു ദിവസം നടക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രിയും അവിടെ ആക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തുടരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെതിരെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് പ്രക്ഷോഭങ്ങളൊക്കെ യമന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളിയാഴ്ചയൊക്കെ നല്ല പ്രതിഷേധമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അടിക്കുന്നത് അമേരിക്കയാണ്. അതിന്റെ മുന്നിൽ ഇനി ഇപ്പൊ ഒരു യമൻ ഹൂത്തീസ് എങ്ങനെ പിടിച്ചേക്കാനാണ്? പക്ഷെ ഇതുവരെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്കയ്ക്ക് ഈ അണ്ടർഗ്രൗണ്ടിൽ അവർ പതുക്കി വെച്ചിരിക്കുന്ന മിസൈൽ ഗോഡൌണുകളെ ഒന്നും ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ മിസൈലുകളാണ് ഇടയ്ക്കിടയ്ക്ക് അവർ ഇസ്രായേലിന് നേരെയൊക്കെ തൊടുത്തു വിടുന്നത്. കാരണം അവർക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തന്നെ അത് ലോഞ്ച് ചെയ്യാൻ പാകത്തിന് അവർ ചെറിയ ഹോളുകൾ ഇട്ട് മൗണ്ടന്റെ ഉള്ളിൽ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വെളിയിൽ കൊണ്ടുവരാതെ തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഫെസിലിറ്റീസ് ഒക്കെ ഇതുവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു MQ-9 റീപ്പർ ഡ്രോൺ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഏതാണ്ട് 22ാമത് അറ്റാക്ക് ചെയ്തിട്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 22 MQ-9 ഡ്രോൺസ് ആണ് ഹൂത്തികൾ അമേരിക്കയുടെ ഇതുവരെ അറ്റാക്ക് ചെയ്ത് താഴ്ത്തിയിരിക്കുന്നത്. ഇതും അമേരിക്ക, ഞാൻ പറഞ്ഞല്ലോ, ഈ യമൻ യുദ്ധത്തോടുകൂടി അമേരിക്ക ഈ ഒരു MQ-9 റീപ്പർ ഡ്രോണ് ചിലപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യുമായിരിക്കും. പുതിയ പദ്ധതിയായിട്ട് അവർ വേറെ പേരിട്ട് അടുത്തൊരു ഡ്രോൺ ഇറക്കണം. എന്നാൽ മാത്രമേ ഇനി മാർക്കറ്റ് പിടിക്കാൻ പറ്റൂ. അതാണ് അവസ്ഥ. അടുത്തൊരു പുതിയ തർക്കം. ഈ പുതിയ തർക്കം എന്താ പറഞ്ഞാല്, പുതിയ തർക്കമല്ല, ഇത് പഴയ തർക്കം തന്നെയാണ്. ഇറാഖ് പറഞ്ഞിരിക്കുന്നത് സിറിയയിലെ താൽക്കാലിക പ്രസിഡന്റ് ഇല്ലേ, ആ ഒരു അഹ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അതായത് അയാളെ ഇറാഖിലോട്ട് താങ്കൾ വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാഖിന് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല, നിങ്ങൾ പണ്ട് മറ്റേ തീവ്രവാദ കൂട്ടമായിരുന്നു, 2003 മുതലേ നിങ്ങൾ ഇറാഖിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്ത പ്രവൃത്തി, നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അസഹനീയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറാഖിലേക്ക് കയറി പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പൊ സഹകരിച്ചിട്ട് അൽ ഷാറ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ മെയ് 17-ാം തീയതി നടക്കുന്ന അറബ് ലീഗിന്റെ സമ്മിറ്റിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇറാഖിൽ നിന്നും, ഇറാഖിന്റെ ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്ന സ്ഥിതിക്ക് ഇനിയിപ്പം അൽ ഷാറയെ എങ്ങനെ ഈ ഒരു അറബ് ലീഗ് സബ്മിറ്റിൽ ഇനി പങ്കെടുപ്പിക്കും? ഇനിയിപ്പോ അതിനെ അനുനയിപ്പിക്കാനും അതിനെ ഇനി ചർച്ച നടത്താനും അതിനു വേണ്ടിയിട്ട് മീഡിയേഷൻ ചെയ്യാനും ഇനി ആൾക്കാർ ഇറങ്ങിത്തിരിക്കും. എന്തായാലും മെയ് 17-ാം തീയതി അല്ലേ സമയമുണ്ട്. അറബ് രാജ്യങ്ങൾക്കാണെങ്കിൽ വേറെ ഒരു പണിയില്ലാതാനും. അപ്പൊ എന്തായാലും അവരിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്തൊരു ജോലി കിട്ടി. ഇനിയിപ്പോ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ ഇറാഖിനെയും സിറിയയും കൂടി ഇനിയിപ്പോ അനുനയിപ്പിക്കുക, അവർ തമ്മിൽ ഇനി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഇമാതിരിയുള്ള പണികളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങാണ്. അപ്പം ഇറാഖും ഇപ്പം ലൈം ലൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇറാഖ് പറഞ്ഞ കേട്ടല്ലോ, നിന്റെ പാസ്റ്റ് നീ തീവ്രവാദിയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ കയറ്റുന്നില്ല എന്നാണ് ഇറാഖ് പറയുന്നത്. കാരണം ഇനി എനിക്ക് ഈ തലവേദന ചുമക്കാൻ വയ്യ, അതാണ് അവർ പറയുന്നത്. അതിനെയാണ് പിടിച്ചിപ്പം അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ കണക്കാണ് ഇപ്പൊ തീവ്രവാദിയെ പിടിച്ച് സിറിയയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്തെല്ലാം കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളത് ഇനിയിപ്പോ കണ്ടറിയണം. ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ ഒന്ന് അങ്ങ് താന്നു പോട്ടെ. ഇനി 4 വർഷം കഴിഞ്ഞ് ഇയാൾ ഇലക്ഷൻ നടത്താന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 വർഷമല്ല, 40 വർഷമായാലും ഇയാൾ ഇലക്ഷൻ നടത്താൻ പോകുന്നില്ല. അതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയ ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വീണ്ടും സിറിയ 100% തീവ്രവാദത്തിലേക്ക് തന്നെ പോകും. സിറിയയുടെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ വെളിയിൽ വരുന്നില്ല. അവിടെ തെരഞ്ഞു പിടിച്ച ആൾക്കാരെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരും തന്നെ കേൾക്കാനില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഗാസയ്ക്ക് പോലും ആൾക്കാർ ലോകമെമ്പാട് വരുന്ന കണ്ണീർ ഒഴുക്കുന്നുണ്ട്. പക്ഷേ സിറിയയിലുള്ള വിഷയത്തിൽ ആരും തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം സിറിയയ്ക്ക് ഇപ്പൊ കിട്ടിയത് എന്തോ ഒരു ഫ്രീഡം ആണെന്നുള്ള നിലയിലുള്ള ഒരു പോർട്രേറ്റ് ആണ് ലോകമെമ്പാട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സിറിയയ്ക്കുള്ളിൽ നടക്കുന്നത് വേറൊരു തരത്തിലുള്ള തീവ്രവാദമാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഇസ്ലാമിക സമൂഹത്തിനുമില്ല, മറ്റുള്ള അറബ് കമ്മ്യൂണിറ്റിക്കുമില്ല, ലോകത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആസാദ് ഒരു തരത്തിലുള്ള തീവ്രവാദി ആയിരുന്നുണ്ടെങ്കിൽ ഇവ മറ്റൊരു തരത്തിലുള്ള തീവ്രവാദി, അത്രയേ ഉള്ളൂ. ഹമാസിന്റെ മിലിറ്ററി ഫെയിലിയർ, അതായത് ഹമാസിന്റെ മിലിറ്ററി തരത്തിലുള്ള പരാജയം ഒരു തരത്തിൽ അഡ്വാൻറ്റേജ് ആണ് എന്ന് ഒരു പത്രം വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ പത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വായിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും വായിച്ചാൽ മാത്രമേ എന്താണ് ഇവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാർത്ത എടുക്കുമ്പോഴത്തേക്കും ആ വാർത്തയെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ച രാജ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവരെ എതിർക്കുന്ന ആൾ എന്താണ് പറയുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹമാസ് മിലിറ്ററി വൈസ് ഒരു പരാജയമാണെന്ന് ഈ പത്രം പറയുന്നുണ്ട്. എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നത് പരാജയമാണെങ്കിലും അതിലൊരു വിജയമുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ഒളിപ്പോര് നടത്താൻ സാധിക്കും. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും കാലമില്ലാണ്ട് 2 ദിവസത്തിന് മുമ്പ് ഒരു ഇസ്രായേലി ഭടനെ അവർ വധിച്ചിട്ടുണ്ട്, ഒരു IDF ഉദ്യോഗസ്ഥനെ. അപ്പൊ അതാണ് അവർ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പൊ ഇപ്പോഴും അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഒരു IDF ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്കാണ് അവർ ഇത്രയും ആഹ്ലാദത്തിൽ ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു IDF ഉദ്യോഗസ്ഥനെ കൊന്നതിന്റെ പേരിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഹെഡിങ് കൊടുത്തിരിക്കുന്നവർ. അതായത് അവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പരിതാപകരമായ അവസ്ഥയാണ്. കാരണം വാർത്ത കൊടുക്കാൻ പോലും വാർത്തയില്ല എന്നുള്ള അവസ്ഥയാണ്. അതേപോലെ IDF October 7 പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കുറെ ആൾക്കാർ, കൂട്ടത്തോടെ ഇരുന്ന ആൾക്കാരെ മൊത്തത്തിൽ അവന്മാരുടെ മേളിൽ ബോംബിട്ട് തകർത്ത് കൊന്നിരിക്കുകയാണ്. അവർ ടീമായിട്ടിരുന്നാണ്. ആ ടീം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വധിച്ചിരിക്കുക. ഇസ്രായേൽ ഒരു സൈഡിൽ കൂടെ ഈ ഒരു ഗാസയിൽ ഞാൻ പറഞ്ഞല്ലോ നോമാൻസ് ലാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഇവാക്യുവേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ അവര് ഇതിനു മുമ്പ് ബുൾഡോസർ വെച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ലാൻഡൊക്കെ നിരത്തി വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് കാരണം ഇസ്രായേൽ സൃഷ്ടിക്കുന്ന അത്ര ദൂരെ നിന്ന് വന്നാലും കാണാൻ രീതിയിലുള്ള ഒരു വിസിബിലിറ്റി കിട്ടണം. ആണ് ഇവർ ക്യാപ്ചർ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർ നിരത്തി അങ്ങനെ സെറ്റാക്കി വിടുന്നത്. അപ്പൊ അങ്ങനെ ഇവർ ഒക്കുപ്പൈ ചെയ്ത് ഇപ്പം പണ്ട് ബുൾഡോസർ വെച്ചിട്ട് ആൾക്കാരെ ജോലിക്ക് നിർത്തിയിട്ടാണ് ഈ വിഷയം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബുൾഡോസറിനെയും വന്ന് ഈ ആൾക്കാരെ ആക്രമിക്കുമായിരുന്നു. ഈ ബുൾഡോസർ എന്ന് പറഞ്ഞ് ഈ സ്ഥലം നിരത്തുമ്പോഴത്തേക്കും രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. അവിടെ ഹമാസും PJI ഇമാതിരിയുള്ള ആൾക്കാർ മാത്രമല്ല ഇതിനെ എതിർക്കുന്നത്, അവിടുത്തെ പൊതുജനങ്ങളും എതിർക്കും. കാരണം അവർ താമസിച്ചിരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ബുൾഡോസർ വെച്ച് ഇങ്ങനെ അടിച്ച് നിരത്തുമ്പോഴത്തേക്കും അപ്പൊ പൊതുവിൽ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ബുൾഡോസറിനെയും ഇത് പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ ആക്രമിച്ചിരുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ഇപ്പം അൺമാൻഡ് ബുൾഡോസർ ഇറക്കിയിരിക്കുകയാണ്. അത് മനുഷ്യന്മാർ വേണ്ട, റിമോട്ട്ലി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു അൺമാൻഡ് ബുൾഡോസർ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിന്റെ ഇമേജാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവര് ക്യാപ്ചർ ചെയ്യുന്ന നോമാൻസ് ലാൻഡ് എല്ലാം തന്നെ ഇവര് നല്ല തെളിച്ച് നിരപ്പായിട്ട് അങ്ങ് വൃത്തിയാക്കി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉറപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ഇനി ഗാസ മറന്നേക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ October 7 ആണ്. അതേ നമുക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് വരുന്നത്. ഈ October 7 നടത്തിയ ആൾക്കാർക്ക്. October 7 നടത്തിയ ആൾക്കാർ ഇനി ഒരെണ്ണം പോലും ജീവിച്ചിരിക്കാൻ വലിയ പാടാണ്, അത് വേറെ കാര്യം. ഇതുമായിട്ട് ആഹ്ലാദിച്ച് നടന്ന ആൾക്കാർക്ക് അതൊരു തിരിച്ചടിയാവും. അതാണ് പറയാനുള്ളത്. അപ്പൊ ഏതായാലും വാർത്തകൾ ഒരുപാടുണ്ട്. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.